ഞാൻ വളാഞ്ചേരിയിലെ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറ്റിപ്പുറത്ത് വളാഞ്ചേരി പോണ സമയത്ത് ഭയങ്കര തിരക്കുള്ളൊരു ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ സ്പോട്ടിൽ തന്നെ ഞാൻ പ്രതികരിച്ചു. അയാൾ അപ്പൊ തന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പോവുകയും ചെയ്തു. അത്രേ ഉള്ളൂ. എന്തല്ലേ വായ പൊളിക്കുന്ന രണ്ട് കാര്യത്തിനായിക്കൊണ്ട് എന്നിട്ട് കുറ്റിപ്പുറം പാലത്തിന്റെ ഒട്ടിട്ട് കൊണ്ടിട്ട് എന്താക്കിന്നവര് പറഞ്ഞു ബസ്സിൽ തന്നെ നമ്പർ എഴുതി തരും അപ്പൊ തന്നെ കൊടുത്തു ഞാന് അപ്പൊ കൊടുത്തപ്പോ അവിടെ നിന്നിട്ട് പോയി. പിന്നെ വൈകുന്നേരത്തെ അവര് വിളിച്ചപ്പോ പോവുക ഇത് എന്തായിട്ട് ഇങ്ങനെ. ഇനി വേറെ വല്ലതും പറഞ്ഞു ഇനി ആന എന്തെങ്കിലും ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് ആന എന്നെയും പീഡിപ്പിക്കാൻ നോക്കിയിട്ട് പറയും. ഇതാണ് ഇവന്റെ അവസ്ഥ. എന്തൊക്കെയോ കാണുന്നത്. ഒരു 10 റീച്ചാക്കണം എങ്ങനെങ്കിലും പണിക്ക് പോകാതെ. ഈ മറ്റെന്താണ് നല്ല വേഷം കെട്ടി കഴിഞ്ഞാൽ പണിക്ക് പോകണല്ലോ. ഇതിപ്പോ ഏതാ രൂപം നടക്കെന്നെ അറിയില്ല. മാങ്ങാണ്ടി ഉണ്ടായിട്ട് മാങ്ങാണ്ടി ഇല്ല എന്ന് പറഞ്ഞ് നടക്കണ അയ്യല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ടൊരു വർത്താനം എൻ്റെ അതിന്റെ ബാക്കിൽ നിന്നിട്ട് അപ്പം കൊടുക്കണം അപ്പൊ പിന്നെ ഉണ്ടായില്ലല്ലോ. എന്തൊക്കെ കാണും. റമദാൻ മാസം കാലത്തിന് കുറെ ബീവി ആയിട്ട് ഇറക്കിട്ടുണ്ട്. എന്തൊക്കെ നടക്കണില്ലേ. ഇപ്പോ ഇറാന് എതിരായിട്ട് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് എന്ത് വന്നാലും ആര് പീഡിപ്പിച്ചാലും ഏത് പോയാലും അവന്റെ മൂട്ടിലാണല്ലോ കേട്. അവനെ പീഡിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ബസ്സിലൊരു പ്രശ്നം ഉണ്ടായി. ബസ്സിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. കൊടുക്കേണ്ടത് കൊടുത്തന്നെ വേണം. അതുപോലെ പിന്നെ പല ഭാഗങ്ങളിലും എനിക്ക് എത്രയും പീഡനങ്ങൾ വന്നിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോഴും അങ്ങനെ അഡ്ജസ്റ്റ് ആക്കണം, ഇറുക്കി പിടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഓരോ എന്തും അതുപോലെ ആ തന്ത്രിനെ വിളിച്ചപ്പോൾ തന്ത്രി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആരും വേണ്ടാന്ന് പറഞ്ഞു, വെളിച്ചെണ്ണ തരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതുപോലെ എന്ത് കേസ് വന്നാലും ഇങ്ങനെ. ഇപ്പോൾ ഇറാന്റെ മിസൈല് വന്നില്ലേ, അത് ഫസ്റ്റ് എന്റെ മൂലത്തിലേക്ക് വിട്ടാണല്ലോ ഇറാന്. അന്ന് തന്നെ പോയിട്ട് ഇറാനോട് ദേഷ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്, ഈ അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത് പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും യുദ്ധം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കെതിരെ ഇപ്പം ആഞ്ഞടിച്ച് വന്നിട്ടുണ്ട്. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് അത് വന്നിട്ടില്ല. 2-3 ദിവസങ്ങളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൈക്കെടുത്തിട്ട് ഇറങ്ങും. കുറെ ആൾക്കാർ ഉണ്ട് അന്നൊരു മിസൈൽ ഇവിടെ വന്നിട്ട് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു മാടി കാണിച്ചത്. ആ തോള ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു മിസൈൽ വന്നിട്ട്. അതാണ് അവന്റെ കഥ. എങ്ങനെയൊന്നും ശരിയാവും ഒന്ന് പറഞ്ഞു. വല്ലാത്തൊരവസ്ഥ അല്ലേ. വളരെ